ഹരിദാസിന്റെ വീട്ടിലേക്ക് വന്ന അധ്യാപകൻ ആദ്യം തന്നെ റോസാ ചെടികളെ ഒന്ന് തൊട്ട് തലോടി. അതിനുശേഷം ശിഷ്യൻ ഹരിദാസിന്റെ കണ്ണിലേക്കൊന്ന് നോക്കി. പിന്നീട് ജനാലയിലൂടെ പുറത്തെ റോസാ ചെടിയിലേക്ക് വീണ്ടും. പുഴു തിന്നു പോയല്ലോ രണ്ടുമെന്ന് ഖേദത്തോടെ ചോദിച്ചു. പൂവിടും മുൻപ് ചെടികൾ പുഴുവരിക്കുന്നത് ഏതൊരാൾക്കും വേദന ഉണ്ടാവില്ലേ? എല്ലാം അറിയാവുന്ന ഒരു അധ്യാപകന് തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും നല്ല പാഠം, ഒരു മഹാ അപരാധം ചെയ്തു എന്ന കുറ്റബോധത്തോടെ ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ചെയ്തു തീർക്കാൻ കുറേയുണ്ട് എന്ന് സ്വയം തീരുമാനിച്ച് ഉള്ളിലാളിക്കത്തുന്ന തീ പുറത്തു വീശുന്ന കാറ്റിനോട് തോറ്റുപോകാതെ അണയാതെ കാത്തു സൂക്ഷിക്കുന്നത്. കുറേ റോസാ ചെടികളും കുറേ നല്ല ശിഷ്യന്മാരും, അതാണ് തനിക്കാകെയുള്ള സമ്പാദ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് പറ്റിപ്പോയൊരു തെറ്റ് മറച്ചു വെക്കാൻ സഹായിച്ച അധ്യാപകൻ. അദ്ദേഹം ഇന്ന് അതേ ശിഷ്യന് പ്രതീക്ഷയ്ക്കുള്ള പുതുവഴികൾ തുറന്നു കൊടുക്കുകയായിരുന്നു. എന്നിട്ടും എപ്പോഴോ പ്രതീക്ഷയറ്റ് ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഹരിദാസിനെ ഏത് തുലാസിൽ തൂക്കിയാലും നഷ്ടമായൊരു ജീവന് പകരമാകില്ല മറ്റൊരു ജീവനെന്ന് ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് ഒരു കുടുംബം പഠിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം കാലം അയാളെ അതേ കുടുംബത്തിൻ്റെ വീട്ടുമുറ്റത്തെത്തിച്ചു. അവിടെയും കണ്ടു പൂത്ത് തളിർത്ത് നിന്ന കുറേ റോസാ ചെടികൾ. യാത്ര ചോദിച്ചിറങ്ങുമ്പോൾ വീടിന് പുറത്തെ പേരിൽ തെളിഞ്ഞു തൻ്റെ പ്രായശ്ചിത്തം പുതിയ പൂമുട്ടിട്ടത്. വർഷങ്ങൾക്ക് ശേഷം ഹരിദാസിനെ പുഞ്ചിരിക്കാൻ അങ്ങനെ ഒരു കാരണം കിട്ടി.